നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 20-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 7-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നതും പൂരാടം നക്ഷത്രമാണ്. പൂരാടം നെഗറ്റീവ് നക്ഷത്രമല്ല. ഞായറാഴ്ച ദോഷപ്രദമായ ദിവസമല്ല. ഞായർ സൂര്യൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബസമേതം കുടുംബത്തിൽ നിൽക്കുന്ന ദിവസമാണ്. കുടുംബത്തിൽ ഇപ്പോൾ കുടുംബം ഇമ്പം ഉണ്ടായാലേ കുടുംബം ആവുള്ളൂ. അതിനകത്ത് സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ നമുക്കൊരാഴ്ചയിലെ ശരിക്കും ജോലി ഭാരമൊക്കെ ഇറക്കി വെച്ച് കുറച്ച് സമാധാനവും അടുത്തൊരാഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ശരിക്കും ധൈര്യവും സ്നേഹവും ഒക്കെ ലഭിക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ വീട്ടിനകത്ത് ഇന്ന ദിവസം കൊള്ളാതെ വഴക്കോ പ്രശ്നങ്ങളോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി ടയേർഡായിട്ട് അടുത്ത ദിവസം യാത്ര തുടങ്ങേണ്ടി വരും, ആഴ്ച ആരംഭിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നല്ല ദിവസം അല്ലെങ്കിൽ നല്ല സമയം കിട്ടണം എന്ന് പറയുന്നതിന് കാരണം. എന്തായാലും നമുക്ക് നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥകളൊന്നും വരത്തില്ല. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്, വാർഷിക ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പൂരാട നക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, മേടമാസത്തിലെ പൂരാട നക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേയേറെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. കുറേ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാനിട വരും, സാമ്പത്തിക നേട്ടം വരും, പ്രശസ്തി ഉണ്ടാവും. പ്രശസ്തി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശംസിക്കപ്പെടുന്ന നിലയിലെത്തിച്ചേരും. കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടുന്നത്, പെട്ടെന്ന് അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നത്. അതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷം ആയിരിക്കും നിങ്ങൾക്ക്. അതുപോലെ സാമ്പത്തിക നേട്ടവും ജോലിയും പുരോഗതിയും പ്രമോഷനും മറ്റ് നേട്ടഫലങ്ങളും വന്നു ചേരുന്ന കാലഘട്ടം തന്നെയാണ്. അതുപോലെ ഇന്ന് ഓരോ നല്ല ദിവസമാണ് എങ്കിൽ പോലും ഓരോ കാര്യത്തിന് പോകുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ സുപ്രധാനമായി ചെയ്യുമ്പോഴും ചില സമയങ്ങൾ ചില കാര്യങ്ങൾക്ക് സൂക്ഷിക്കണം. അതിൽ പ്രധാനമായിട്ട് യാത്രയ്ക്ക് തിരിക്കുമ്പോൾ രാഹുകാലം ശ്രദ്ധിച്ച് യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാഹുകാല സമയം വരുന്നത്, നമ്മൾ രാഹുകാലം അല്ലെങ്കിൽ യമകണ്ഠകാലം ഗുളിക കാലം ഒക്കെ പറയുന്നതിന് കാരണം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേറെ, നമ്മളുടെ യഥാർത്ഥ സമയം വേറെ. 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി മുതൽ 6:32 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇപ്പോൾ രാഹുകാല സമയം പ്രധാനമായിട്ട് രാഹു യാത്രയ്ക്ക് മാത്രം എടുത്താൽ മതി. ആ സമയത്ത് യാത്ര ചെയ്യരുത്, ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത്. ഇന്ന് അവധി ദിവസമാണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കുടുംബസമേതം പോകുന്നത് ഈ സമയത്ത് ആവരുതെന്ന് മാത്രം. പക്ഷെ ഒരു കാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം 3:28 തൊട്ട് 5 മണി വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:23 തൊട്ട് 1:55 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയം 11:59 തൊട്ട് 12:47 വരെയാണ്. ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് റോസാപ്പൂവിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അതേപോലെ ചുടികളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാനും നമുക്ക് ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്യാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.